إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 74-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഫൽയുഖാതിൽ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടുകൊള്ളുവിൻ, യുദ്ധസന്നദ്ധരാകുവിൻ, യുദ്ധത്തിന് നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുവിൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ. അല്ലദീന യാതൊരു കൂട്ടരാണ് സത്യവിശ്വാസികൾ, യശ്റൂന അവർ വിൽപ്പന നടത്തുകയാണ്, അൽ ഹയാത്തദ് ദുനിയ ഈ ഐഹികമായ ദുനിയാവിനെ അവർ വിൽപ്പന നടത്തുന്നവരാണ്. ബിൽ ആഖിറ, ആഖിറത്തിന് പകരം പരലോകത്തിന് പകരം ആ പരലോക വിജയത്തിന് പകരം സ്വർഗ ലബ്ധിക്ക് വേണ്ടി അവർ ഈ ദുനിയാവിനെ വിൽപ്പന നടത്തുകയാണ്. സ്വദേഹം വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഭൂമുഖത്ത് നിന്ന് നിലനിർത്തുന്നതിന് വേണ്ടി, അതിന്റെ ഉന്നതിക്ക് വേണ്ടി അവർ ധർമ്മസമരം നടത്തുകയാണ്. അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണല്ലോ പറയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരത്തിനിറങ്ങുവിൻ എന്നുള്ള കൽപ്പനയാണ് അല്ലാഹു നടത്തുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നുവോ ഫയുഖ്തൽ, അങ്ങനെ അവൻ കൊലപ്പെടുന്നു, അവൻ കൊല ചെയ്യപ്പെടുന്നു, ഔ യഗ്ലിബ് അല്ലെങ്കിൽ അവൻ വിജയം വരിക്കുന്നു. രണ്ടവസ്ഥകളാണ് യുദ്ധത്തിലുണ്ടാകുക. ഒന്ന് അവൻ കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവൻ വിജയം വരിക്കും. ഈ രണ്ടവസ്ഥയുണ്ടായി കഴിഞ്ഞാലും പിന്നീട് നാം അവന് നൽകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അജ്റൻ അളീമ, മഹത്തായ പ്രതിഫലം അവന് നൽകുമെന്നാണ്. ഒരു ഷഹീദ്, ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ നിങ്ങൾ, അവർ മരണപ്പെട്ട ഉടനെ തന്നെ ഒരു പച്ചക്കിളിയുടെ ശരീരത്തിലേക്കൂടെ ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ ഉന്നതമായ ആ സ്ഥലങ്ങളിൽ വിരാജിക്കുവാൻ, പറന്ന് കളിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ്. അവർക്ക് യഥേഷ്ടം അവിടെ ഉപജീവനം നൽകുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടവർ നിങ്ങൾ മരണപ്പെട്ടവരാണെന്ന് പറയാൻ പാടില്ല. വഹും ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർ ഉപജീവനം നൽകപ്പെടുന്നു എന്നാണ്. അത്യുന്നതമായ പദവിയാണ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ ആയത്തിൽ കൂടി വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.